ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഫിഷസിനെ മേടിക്കാൻ പോവുകയാണ് ഗൈസ്. കുറച്ച് മോൺസ്റ്റർ ഫിഷസിനെ, റെഡ് ക്യാറ്റ് ഫിഷ്, പുലിവാഹ, അങ്ങനെ കുറച്ച് ഫിഷസിനെ മേടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഈ ഫിഷസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് അവിടുത്തെ പ്ലാന്റ് ടാങ്ക്, ഡിസ്കസ്, അങ്ങനെ കുറേ ഫിഷസ് ഉണ്ട് ഗൈസ്. അടിപൊളിയാണ് സംഭവം. അങ്ങനെ കോഴിക്കറുപ്പ് ഗൈസ്, അരോണ, സിൽവർ അരോണ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ജൈൻറ്റ് ഗൗരാമി, പിന്നെ പാഡ് ഫിഷാണ് തോന്നുന്നു ഗൈസ്. എന്തിന് കൃത്യമായിട്ട് പേരറിയത്തില്ല. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിനെയും പുലിവാഹിനാണ് മേടിച്ചിട്ടുള്ളത് ഗൈസ്. അതിനൊന്നും വിഷ്വൽസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിനി റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ ബേബീനെ നമ്മളൊരു പാത്രത്തിലിടാൻ പോവുകയാണ് ഗൈസ്. അതാണ് നമ്മൾ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ ബേബി ഗൈസ്. 300 റുപ്പീസാണ് ഗൈസ്. ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് സൈസ് ഉണ്ട് ഗൈസ്. ഇത് ഗൈസ് ചെരിച്ച് വീടെടുക്കാൻ പറ്റിയില്ല ഗൈസ്. എങ്ങനെ വീടെടുത്തിട്ടുള്ള അത്യാവശ്യം അടിപൊളി കുഞ്ഞാണ് ഗൈസ്. പിന്നെ അതേപോലെ ഇനിയുള്ളത് പുലിവാഹയാണ് ഗൈസ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റെ ചെറിയതൊക്കെ ഉണ്ടാകും ഗൈസ്, ക്ഷമിക്കുക. പിന്നെ ഗൈസ് ഇതാ പുലിവാഹ, അടിപൊളി മീനാണ് ഗൈസ്, സെറ്റ്. പുലിവാഹ തൽക്കാലത്തിന് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പുലിവാഹേനെ ആ മീനിൻ്റെ ഒപ്പം. ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഗൈസ്. ഇന്ന് ഗൈസ് ഞാൻ പിന്നെ പുലിവാഹേൻ്റെ ടാങ്ക് കഴുകി വൃത്തിയാക്കി പുലിവാഹേനെ അയക്കി ഇട്ടിട്ടുണ്ട്. 2 പുലിവാഹിനെ ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുലിവാഹ കുട്ടന്മാർ. ഞാൻ ഇത്തിരി സൂം ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാൻ നോക്കാം ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ ഈ കവറൊന്നും അവിടെ കൊണ്ടുവച്ച വലെടുത്ത് വരട്ടെ. പുലിവാഹ ഇതിനു മുമ്പ് എൻ്റെ ഒന്ന് ചാടി ചത്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഒന്ന് വല മൂടി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ സീനാണ് ഗൈസ്, നന്നായിട്ട് ചാടും ഗൈസ്. സൂം ചെയ്യാൻ പറ്റുമോ നോക്കാം. നിഴലുണ്ടായതുകൊണ്ട് ഷാഡോ ഉണ്ടായതുകൊണ്ട് ഗൈസ് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ പുലിവാഹ. ഇനി ഗൈസ് നമുക്ക് പതുക്കെ നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിനെ ഇറക്കി വിടാം ഗൈസ്. അതിന് ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ആക്കി പതുക്കെ അങ്ങോട്ട് ഇറക്കി ഇടാൻ നോക്കാം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നുണ്ട് ഗൈസ്, അതാണ് സീന്. അതിൻ്റെ ഇടയിൽ പെട്ട് കളിക്കുകയാണ്. ഞാൻ താൽക്കാലികത്തിന് ചെറിയ പാത്രത്തിലാണ് ഇട്ടിട്ടുള്ളത്. ഇത്തിരി വലുപ്പം വെക്കാച്ച മാറ്റാൻ വിചാരിച്ചിട്ടാണ് ഗൈസ്. താൽക്കാലികത്തിന് അതിൽ ഇട്ടതാണ് ഗൈസ്. എന്തായാലും ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് മീനിനെ. ഞാനൊരു ഹൈഡിങ് സ്പേസ് വെക്കണം, അതൊക്കെ ഞാൻ വെച്ചോളാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മീൻ, അടിപൊളിയാണ് ഗൈസ് അവൻ. നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. മീനൊക്കെ ഇറക്കി വിട്ടു ഗൈസ്. അപ്പോൾ അക്വേറിയം കടയുടെ പേര് ആയിഷ അക്വേറിയം എന്നാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പർ അടുത്ത വീഡിയോയിൽ പിന്നെ ചെയ്ത് വെക്കാം ഗൈസ്. അപ്പോൾ ഇനി ഇതിനെ ഫീഡ് ചെയ്യുന്ന വീഡിയോയും ഇതൊക്കെ വരുന്നതാണ് ഗൈസ്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളെന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ബൈ.